തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. മേയർ എം.കെ. വർഗീസിനെ പ്രതിപക്ഷ കൌൺസിലർമാർ ഉപരോധിച്ചു. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലിലും മുതുവറയിലും വൻ ഗതാഗത കുരുക്ക്. രൂക്ഷമായി കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. ഉപരോധ സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത അമ്പല്ലൂരിലും പോട്ടയിലും വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ കുരുങ്ങിയത് മണിക്കൂറുകളോളം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. വരന്തരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണാറ സ്വദേശി കുഞ്ഞുമോനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. മേയർ M.K. വർഗീസിനെ പ്രതിപക്ഷ കൌൺസിലർമാർ ഉപരോധിച്ചു. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. മേയറുടെ നടപടിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കൌൺസിലർമാർ സമാന്തര കൌൺസിൽ യോഗം ചേർന്നു. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, നമുക്കറിയാം കോർപ്പറേഷൻ കൌൺസിൽ യോഗം എന്ന് പറയുമ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളവുമായി വരും. പിന്നീട് മേയർ അത് പിരിച്ചുവിടും, കൌൺസിൽ യോഗം പിരിച്ചുവിടും. ഈ ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും കോർപ്പറേഷൻ കൌൺസിൽ യോഗം നടക്കാറ്. ഇന്നിപ്പോൾ അതിന് ഒട്ടും തടസ്സമില്ലാതെ തന്നെ അത്തരത്തിൽ തന്നെയാണ് ഇന്നത്തെ കൌൺസിൽ യോഗവും നടന്നിരിക്കുന്നത്. എന്താണ് ഇന്ന് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്ന വിഷയം? ഇപ്പോൾ അവർ സമാന്തര കൌൺസിൽ യോഗം നടത്തുകയാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷവും BJPയും മേയറെ ഉപരോധിച്ചത്. ഈ ഒരു സംഭവത്തിൽ നടപടി വേണമെന്നാണ് പ്രതിപക്ഷവും BJPയും ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷം അജണ്ടകൾ കീറിയെറിഞ്ഞു. ഗ്ലാസിൽ കുത്തിയും മേശയിൽ താളമിട്ടും ഓളിയിട്ടുമെല്ലാം ഭരണപക്ഷാംഗങ്ങളും പ്രതിഷേധക്കാർക്കെതിരെ രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ മേയർ അജണ്ടകൾ പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. ലിറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അടുത്തിടെ കൗൺസിൽ യോഗങ്ങളൊക്കെ അങ്ങനെയാണ്. അജണ്ടകൾ പാസാക്കും, എന്നിട്ട് മേയർ യോഗം പിരിച്ചുവിടും. പിന്നീട് ഈ പ്രധാനപ്പെട്ട അജണ്ടകൾ അല്ലെങ്കിൽ നഗരത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിരവധി ഉണ്ടാകും. അത് ചർച്ചയ്ക്ക് ഉള്ള അവസരമില്ലാതെയാണ് പിന്നീട് അജണ്ടകൾ പാസ്സാക്കുന്നതും. പിന്നീടാണ് പ്രതിപക്ഷവും BJPയും ഇന്ന വിഷയത്തിൽ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു വരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇത്തവണയുള്ള കൗൺസിൽ യോഗം. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലുണ്ട്. കാർഷിക സർവകലാശാലയിൽ നിന്ന് 43.5 സെന്റ് ഭൂമി കോർപ്പറേഷന് ലഭിക്കേണ്ടതും, അതുപോലെ തന്നെ തൃശൂർ നഗരത്തിൽ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്ന തുടങ്ങിയ നിരവധി അജണ്ടകൾ ഉണ്ടായിരുന്നു. ഈ അജണ്ടകൾ ഒക്കെയാണ് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷെ അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. പ്രതിഷേധം ശക്തമായതോടെ മേയർ പുറത്തേക്ക് പോകുകയായിരുന്നു. ആ ഒരു സംഭവത്തിൽ പ്രതിപക്ഷവും BJPയും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തി. മേൽക്കൂര വീണ സംഭവത്തിൽ മറുപടി പറയാതെ മേയർ ഒളിച്ചോടിയതായി BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷവും പറഞ്ഞു. മേയർ രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മേൽക്കൂര വീണ സംഭവത്തിൽ മേയർ ഭരണപക്ഷത്തെ കൊണ്ട് ബഹളമുണ്ടാക്കിയതായും ഈ സംഭവത്തിൽ ഉത്തരവാദിയായ കോർപ്പറേഷൻ സെക്രട്ടറി സസ്പെൻഡ് ചെയ്യണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു, പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ വിനോദ് പൊള്ളാഞ്ചേരിയും BJP കൗൺസിലർ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തി. തുടർന്ന് മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. അതേസമയം പ്രതിപക്ഷം സമാന്തര കൗൺസിൽ യോഗം ചേർന്നു. ഏറെ രസകരം തന്നെയായിരുന്നു. കാരണം മേയർക്കെതിരെ തമാശ കലർന്ന രീതിയിൽ അല്ലെങ്കിൽ ആക്ഷേപം ആസ്യം പോലെയായിരുന്നു
സമാന്തര കൗൺസിൽ യോഗം, നഗരത്തിൽ മേൽക്കൂര വീണ സംഭവം, ലേണിംഗ് സിറ്റിയുടെ ഭാഗമായ പുസ്തകങ്ങൾ വെച്ച അലമാര എടുത്തുമാറ്റിയ സംഭവം, 21.5 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച കൊടിമരത്തിൽ ദേശീയ പതാക ഇല്ലാതായ സംഭവം, നഗരത്തിലെ 271 കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്ന 271 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാത്ത അനാസ്ഥ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ തകരാർ എന്നീ 5 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മേയർക്ക് 5 സ്റ്റാർ പദവി ചാർത്തി നൽകുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതോടൊപ്പം തന്നെ മേയർക്ക് അലംഭാവ രത്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിനുശേഷം മേയർ MK വർഗീസ് വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി. തൃശൂർ നഗരത്തിന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ കോൺഗ്രസും അതുപോലെ BJPയും ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം, അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് 100 കണ്ടിജന്റ് ജീവനക്കാരെ എടുക്കുന്ന സംഭവം വിഷയം, കോർപ്പറേഷനിലെ 500ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള വർധനവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഭൂമി കിട്ടുന്നതും, അതുപോലെ തന്നെ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള തുടങ്ങിയ അജണ്ടകളുണ്ട്. ഈ അജണ്ടകളെല്ലാം തടസ്സപ്പെടുത്തുന്ന ഇതിനു വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയായി BJPയും കഥയറിയാതെ കോൺഗ്രസിന്റെ ഭീതിയുമാവാൻ ചില ശ്രമങ്ങൾ നടത്തുകയാണെന്നും മേയർ പറഞ്ഞു. BJP കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സമരം തുടരുന്നുണ്ട്. ശരി, ശ്രീകേഷ്, വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും പ്രധാനപ്പെട്ട അജണ്ടകളിൽ തീരുമാനമാകാതെ വെറും പ്രഹസനമായി കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്നും മാറിയിരിക്കുന്നു. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഉപരോധം മൂലം മേയർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തുപോയിരിക്കുന്നു. സമാന്തര കൗൺസിൽ യോഗം പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന് ഇപ്പോൾ BJP കൗൺസിലർമാർ കോർപ്പറേഷൻ ഹാളിന് മുന്നിൽ, കൗൺസിൽ നടക്കുന്ന ഹാളിന് മുന്നിൽ ഇപ്പോൾ ഉപരോധ സമരം നടത്തുകയാണ്. വിവരങ്ങളാണ് ശ്രീകേഷ് വെള്ളാനിക്കര നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കൈപ്പമംഗലം സ്വദേശി 23 വയസ്സുള്ള ഭരത്, തിരുവനന്തപുരം സ്വദേശി 20 വയസ്സുള്ള ഉത്തരേജ് എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഇടയ്ക്കുള്ള ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രി ക്യാന്റീനിലെ ജീവനക്കാരാണ് ഇരുവരും. ചെമ്മാപ്പള്ളി ശ്രീരാമൻ ചിറയ്ക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മാപ്പള്ളി കായംപള്ളി ഒടിപ്പറമ്പിൽ മഹേഷ്, ഭാര്യ അനു, മകൾ നിവേദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിയന്ത്രണം വിട്ട കാർ കലിങ്കിലും മതിലിലും ഇടിച്ച് തല കീഴായി മറിഞ്ഞു. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്ന കാർ കലിങ്കിൽ ഇടിച്ച ശേഷം സമീപത്തെ മതിൽ ഇടിച്ച് തകർത്തു. അപകടത്തിൽപ്പെട്ട കാർ തല കീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന അഴീക്കോട് കിഴക്കേ വളപ്പിൽ പ്രിയേഷിന് പരിക്കേറ്റു. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി ഷമീർ മകൻ 17 വയസ്സുള്ള ഷഹബീനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പാറയ്ക്ക് മുകളിൽ നിന്നും കാൽ വഴുതി വീണാണ് ഷഹബീന് ഗുരുതര പരിക്കേറ്റത്. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലിലും മുതുവറയിലും വൻ ഗതാഗത കുരുക്ക്. പുഴയ്ക്കൽ പാലത്തിലും മുതുവറയിൽ ഏതാനും ദൂരം ഒരു വശത്ത് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഇതിനാലാണ് കുരുക്ക് രൂപപ്പെട്ടത്. മറുഭാഗത്തെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. മഴ കനക്കുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. അയ്യന്തോൾ ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര പുഴയ്ക്കലിൽ പതിവാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി. അതേസമയം ഭക്ഷ്യവിഷബാധയുടെ കാരണം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സ്കൂൾ അധികൃതർ ഔദ്യോഗികമായി തന്ന കണക്കിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ 54 കുട്ടികളുടെ എണ്ണമാണ് സ്കൂൾ അധികൃതർ നമുക്ക് തന്നത്. 50 കുട്ടികൾ പ്രാഥമിക ചികിത്സ നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയെന്നും 4 കുട്ടികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് നമ്മളുമായി സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ ഓഫീസറും എല്ലാം പങ്കുവച്ചത്. എന്നാൽ അതേസമയം
ഇപ്പോഴും അതിലും കൂടുതൽ ഈ എണ്ണത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും നിരവധി കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും എല്ലാം സംയുക്ത യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം എന്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിനുവേണ്ട പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഉച്ചഭക്ഷണത്തിൽ നിന്നാണോ അതേസമയം വ്യാഴാഴ്ച കുട്ടികൾക്ക് പാൽ നൽകിയിരുന്നു, ആ പാലിൽ നിന്നാണോ അതുപോലെ തന്നെ കുടിവെള്ളത്തിൽ നിന്നാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടികൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയെത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എരുമൂട്ടി ഗവൺമെന്റ് LP സ്കൂൾ ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂളിലെ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. റഷീദ് അരുമപ്പെട്ടി വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം റഷീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷബാധയുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇന്ന് സ്കൂൾ ഉപരോധിച്ചത്. സംഘർഷത്തിലേക്ക് കടന്നോ? നിലവിൽ എന്താണ് അവസ്ഥ? ആ ലിറ്റി നമ്മൾ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വലിയ ഒരു പ്രതിഷേധമാണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിന്ന് സ്കൂളിന് മുന്നിൽ നടന്നത്. ഇന്ന് രാവിലെ സ്കൂളിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാലിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം സ്കൂളിൽ നടന്നിരുന്നു. ഈ യോഗത്തിലേക്കാണ് BJP പ്രവർത്തകർ കടന്നു വന്നത്. യോഗത്തിലേക്ക് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. ഒരു സർവകക്ഷി യോഗമാണ് അവിടെ നടക്കുന്നതെന്നും ഈ സർവകക്ഷി യോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല, തങ്ങളിൽ നിന്ന് വിവരം മറച്ചു വെക്കുന്നതിന് വേണ്ടി CPM കോൺഗ്രസും ശ്രമിക്കുകയാണ്. CPM കോൺഗ്രസും ഒത്തുകളിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് ആദ്യം പ്രതിഷേധം തുടർന്നത്. ഇവർ പിന്നീട് സ്കൂളിന്റെ കവാടം ഉപരോധിച്ചു. കവാടം ഉപരോധിച്ച സാഹചര്യത്തിൽ സ്കൂളിൽ യോഗത്തിലെത്തിയ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് പുറത്തു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. ഇതിനെ തുടർന്ന് CI ഇൻസ്പെക്ടർ, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ വന്നിട്ട് പ്രതിഷേധം അവസാനിപ്പിക്കാനും അറസ്റ്റ് വരിക്കാനും ഇവരോട് ആവശ്യപ്പെട്ടതിൽ ഇവർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് ശക്തമായി ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നത്. തുടർ പ്രതിഷേധങ്ങളും തുടർ പരാതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് BJP നേതാക്കൾ നമ്മൾ അറിയിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒത്തുകളിയാണ്. സ്കൂളിൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട്, ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും ഇത് ഒത്തുതീർക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇത്തരം യോഗങ്ങളിലേക്ക് ക്ഷണിക്കാത്തത് എന്നാണ് BJP നേതാക്കളും പ്രവർത്തകരും ആരോപിക്കുന്നത്. ഇന്ന് സർവകക്ഷി സമാനമായ രീതിയിലുള്ള യോഗം തന്നെയാണ് നടന്നത്. ഇതിനെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ സർവകക്ഷി യോഗമല്ല വിളിച്ചിട്ടുള്ളത്. ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. പലരും സ്വയം എത്തിച്ചേർന്നതാണ്. ആരെയും പ്രത്യേകം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ടൊരു സർവകക്ഷി യോഗമല്ല. അത്തരം ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷേധിച്ചിരിക്കുകയാണ്. ആർക്കും ഈ യോഗത്തിലേക്ക് കടന്നു വരാം. ഇത് വലിയൊരു ഇഷ്യൂ ആണ്. എരുമപ്പെട്ടിയെ സംബന്ധിച്ചിടത്തോളം എരുമപ്പെട്ടിയെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. ഈ വിഷയത്തിലേക്ക് ആരെയും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അതേസമയം സ്വമേധയെ കടന്നു വന്നിട്ടുള്ള നേതാക്കളാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് വിശദീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ അറിയിച്ചത്. അതേസമയം വലിയ രീതിയിലുള്ള യോഗമാണ് അവിടെ നടന്നത്. DD പങ്കെടുത്തു. അതുപോലെ തന്നെ ആരോഗ്യ ഉദ്യോഗസ്ഥരും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയ ഒരു യോഗം തന്നെ ഇവിടെ നടന്നു. വലിയ ആശങ്കയ്ക്ക് ഇടയാകണ്ട എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത മെഡിക്കൽ ഓഫീസറും ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. അതേസമയം ഇന്ന് രാവിലെയും കുട്ടികൾ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും പല കുട്ടികളെയും പല മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ കൂടുതൽ കുട്ടികൾ വീണ്ടും ചികിത്സ തേടിയെത്തുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് ചെറിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എന്തിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ഇതുവരെ സാധിച്ചിട്ടില്ല. വിവിധ വകുപ്പുകൾ എത്തി ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ പരിശോധിക്കുന്നു, കുടിവെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിക്കുന്നു. അതുപോലെ പരിശോധനകൾ നടന്നു
നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മെഡിക്കൽ ഓഫീസർ അറിയിച്ചൊരു വിവരം, ഒരു കുട്ടിയുടെ ക്ലസ്റ്റർ പരിശോധിച്ചു. ഈ ക്ലസ്റ്റർ പരിശോധിച്ച് അമീബ എന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയേ പറയുന്നുണ്ട്. ഈ അമീബ വൈറസ് സാധാരണ കുടിവെള്ളത്തിലൂടെ ജലത്തിലൂടെ പകരാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. ഇതിനെ തുടർന്ന് സ്കൂൾ നാളെയും അവധി നൽകണം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാളെയും അവധി ആയിരിക്കാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ച് നൽകുവാനും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ശുദ്ധിയാക്കുവാനും കിണർ വീണ്ടും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ ക്ലോറിനേഷൻ നടത്തി കഴിഞ്ഞാൽ അമീബയുടെ സാന്നിധ്യം ഇല്ലാതാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നിരുന്നാൽ ആശങ്കയിലായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എരുമപ്പെട്ടി സ്കൂളിൽ നിൽക്കുന്നത്. കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി എത്തുന്നു എന്നുള്ള വിവരം നമുക്ക് ആശങ്കയിടയാക്കുന്നുണ്ട്. ശരി വിവരങ്ങൾ നൽകിയതിന് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട BJP പ്രവർത്തകർ സ്കൂൾ ഉപരോധിച്ചു. സമരം നടത്തിയ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമഗ്രമായ ഒരു അന്വേഷണം ഈ ഒരു സംഭവത്തിൽ വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരു സമാന്തര യോഗം ചേരുകയുമുണ്ടായി. എന്നാൽ എന്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ആയിട്ടില്ല. വിവരങ്ങളാണ് റഷീദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിയത് 4 മണിക്കൂറോളം. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ പായുന്ന ടോറസ് ലോറികൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. സമയക്രമം പാലിക്കാൻ വഴിമാറി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച 4 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ടോൾ പ്ലാസ മറികടന്ന് തലോർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു. പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് സമയത്തിനെത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു. ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. 1 മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾ ആമ്പല്ലൂർ കടക്കുന്നത്. ഗതാഗതക്കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച കാരണം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതുപോലെ സ്കൂൾ വണ്ടികൾ എല്ലാം വണ്ടി കടന്നു പോകാൻ പറ്റുന്നില്ല. വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറിന്റെ തൊട്ടപ്പുറത്ത് ഒരു നാരോ മാതിരിയാണ്. 2 വണ്ടികൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൂടെ ഇപ്പോൾ സ്കൂൾ ടൈമിൽ ടോറസുകൾ പോകാൻ പാടില്ല. നിരവധി ടോറസുകളാണ് ഇതിൽ വരുന്നത്. അതും ചെറിയ വണ്ടികളല്ല, 40, 50, 60 ടണ്ണ് വെച്ചിട്ടുള്ള ടോറസുകൾ. അതുകൂടി ആയപ്പോൾ ഭയങ്കരമായ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോളിൻ്റെ അപ്പുറത്ത് വരെ വണ്ടികളാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളടക്കം ഉള്ള യാത്രക്കാർക്ക് വളരെ രൂക്ഷമായ ഗതാഗത പ്രശ്നമാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ആമ്പല്ലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര KSRTC ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV പുതുക്കാട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പ്രമുഖ വ്ളോഗർ ജോബി ചുവന്നമണ്ണ് സഞ്ചരിച്ച കാറിന് പുറകിൽ മറ്റൊരു കാർ വന്നിടിച്ചു. അപകടത്തിൽ ജോബിയുടെ കാലിന് പരിക്കേറ്റു. ഇന്ന് രാവിലെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമായിരുന്നു അപകടം. എറണാകുളത്തേക്ക് പോയിരുന്ന ജോബിയുടെ കാറിന് പിറകിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജോബിയുടെ കാർ മുന്നിലുള്ള 2 വാഹനങ്ങളിൽ ചെന്നിടിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ജോബിയുടെ കാർ തകർന്നു. അപകടത്തിൽപ്പെട്ട കാർ ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്.
ദേശീയപാതയിൽ പോട്ട മുതൽ അങ്കമാലി വരെ വൻ ഗതാഗത തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ 6 മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഉച്ചവരെ നീണ്ടു. 100 കണക്കിന് വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കിടന്നു. രോഗികളുമായി പോയിരുന്ന ആംബുലൻസുകളും ഗതാഗത കുരുക്കിൽപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് മറ്റ് സമാന്തര റോഡുകളെയും ബാധിച്ചു. അവധികൾ കഴിഞ്ഞുള്ള ദിവസത്തെ തിരക്കിനോടൊപ്പം മുരിങ്ങൂർ പൊങ്ങം പ്രദേശത്തെ അടിപ്പാത നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥയുമാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. മുരിങ്ങൂരിൽ നിന്ന് ചെറുവാഹനങ്ങൾ ഇടവഴിയിലൂടെ കടത്തിവിട്ടുവെങ്കിലും അതൊന്നും ഗതാഗത കുരുക്കിന് അയവ് വരുത്തിയില്ല. സ്കൂൾ കോളേജ് വാഹനങ്ങളും കുരുക്കിൽപ്പെട്ട് നിരത്തിൽ കിടന്നു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇതേസമയം പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തോണിയിലും ഇൻബോർഡ് വള്ളങ്ങളിലും മീൻ പിടിക്കാം. ട്രോളിംഗ് കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ മറിഞ്ഞതിന് ശേഷം മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലായിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവ് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വരന്തരപ്പിള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണാറ സ്വദേശി കരടിയള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോനെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ ദിവ്യയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ദിവ്യ ബസ്സിൽ പോകുന്നത് കുഞ്ഞുമോൻ പിന്തുടർന്നിരുന്നു. ആമ്പലൂരിൽ ഇറങ്ങിയ ദിവ്യ പിന്നീട് ഒരു ബൈക്കിൽ കയറി പോകുന്നത് കണ്ടതായി കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്നായിരുന്നു കൊലപാതകം. ഭാര്യ മരിച്ചത് പനിയും അലർജിയും ശ്വാസമുട്ടലും പിടിപെട്ടതുമൂലമാണെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചത്. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ ആദ്യം നിഷേധിച്ചുവെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ജലനിരപ്പ് ഉയർന്നതിനാൽ പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് ഉച്ചയ്ക്ക് തുറന്നത്. മലവായി തോടിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ സംസ്കാരം മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിൽ നടന്നു. 100 കണക്കിന് പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. താരസംഘടനയ്ക്ക് വേണ്ടി ചലച്ചിത്ര താരങ്ങളായി ടിനി ടോം, ടൊവിനോ തോമസ് എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഓരോരുത്തരായിട്ട് വരിക, കുറച്ചിടം കൊടുത്ത് പ്രിയപ്പെട്ടവരെ ചെലകര ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയിലാണ് തോന്നൂർക്കര തോട്ടേക്കാട് ഏമൂർക്കാവ് പരിസരത്ത് കാട്ടാന ഇറങ്ങിയത്. മേഖലയിൽ പതിവായി കാട്ടാന ഇറങ്ങുന്നതിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. PTIയും എക്സസ് കോളേജ് മാനേജ്മെന്റും വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി വിവരാവകാശ കമ്മീഷൻ. കോഴിക്കോട് മീൻചന്ത ആർട്സ് കോളേജിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. PTA വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ TK രാമകൃഷ്ണൻ പറഞ്ഞു. പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാത്തതിനാൽ തരിശു കിടക്കുന്ന പാടത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നു. അഷ്ടമിച്ചിറ വടമ റോഡിനോട് ചേർന്നുള്ള പാടത്താണ് മലിനജലം കെട്ടിക്കിടന്ന ദുർഗന്ധം പരക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ടില്ലെന്ന കാരണമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. കാന നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിരുന്നുവെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ നിരസിക്കുകയായിരുന്നു. വെള്ളം ഒഴുക്കിവിടാൻ 50 മീറ്റർ നീളത്തിൽ ഒരടി വീതിയിൽ മാത്രമാണ് കാന ആവശ്യമുള്ളത്. വെള്ളക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനഃസ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പും കരാറുകാരനും തയ്യാറാകാത്തത് കാരണം
ഒരേക്കറോളം പാടത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേക്ക് വേണ്ടി റോഡ് വീതി കൂട്ടിയപ്പോൾ PWD റോഡിന്റെ സൈഡ് ചേർന്നിട്ടുണ്ടായ കാന അവർ നിരത്തി. ഇപ്പോൾ ഈ വെള്ളം പോകുന്നതിനുള്ള കാന അടിയന്തരമായിട്ട് നടപ്പിലാക്കുകയും ആ കാന പുനഃസ്ഥാപിച്ചുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നുള്ള സംവിധാനം PWD അടിയന്തരമായിട്ട് ചെയ്യണം. അവർ ഈ കാര്യത്തിൽ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ രേഖാമൂലം പരാതി കൊടുത്താൽ ഇതുവരെ ഒരു നടപടിയും ഇതൊന്നും ഉണ്ടായിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള പാടത്തെ വെള്ളക്കെട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ട്. അനധികൃതമായ അറവുശാലയിലെ മാലിന്യം മുഴുവൻ ഈ വെള്ളത്തിലേക്കാണ് ഇവർ തള്ളിവിടുന്നത്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഇവിടെ അറവുശാല മാള പഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഈ അറവുശാല പ്രവർത്തിക്കുന്നത്. മുൻപൊരു തവണ ഇവരോട് പഞ്ചായത്ത് ഇടപെട്ട് ഇവർക്ക് സ്വപ്നം കൊടുത്തിട്ടുള്ളതാണ്. പഞ്ചായത്ത് നോക്കൂത്തിയായിട്ട് ഇത് നോക്കി, കാരണം അടിയന്തരമായ നടപടി എടുത്തുകൊണ്ട് നിർത്തലാക്കണം ഈ പദ്ധതി. പകരം ശാസ്ത്രീയമായ രീതിയിൽ അറവുശാല പഞ്ചായത്ത് പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികളാണ് ഉണ്ടാവേണ്ടത്. സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർക്കും യാത്രക്കാർക്കും ഈ മലിനജലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പരാതിയുണ്ടായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഭയങ്കര മണമാണ്, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. മാരകമായ രോഗങ്ങൾ വരും. അടുത്തുള്ള കിണറിലൊക്കെ ഇറങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെള്ളം ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് വെള്ളം കുടിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ വീടാണ് ഇത്. ഇവിടുന്ന് താമസിക്കാനും പറ്റാണ്ട്, വെള്ളം ഉപയോഗിക്കാനും പറ്റാണ്ട് ഇവിടുന്ന് വാടകയ്ക്ക് വേറെ വീട്ടിലേക്ക് പോയി. ഭയങ്കര മണമാണ്, ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കെടുക്കുക. TCV ന്യൂസ് മാള. 7 വയസ്സുകാരി തപസ്യയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം മൈ മാജിക് പെൻസിൽ തൃശൂരിൽ പ്രകാശനം ചെയ്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ എഴുത്തുകാരൻ ആശാ മേനോന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യയുടെ 2ാം കവിതാ സമാഹാരമാണ് മൈ മാജിക് പെൻസിൽ. കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ചെയിൻ ഉടമസ്ഥന് തിരികെ നൽകി മണലിത്തറയിലെ കൊച്ചുമിടുക്കി അനിഖ. ചങ്ങാലി കിഴക്കൂട്ട അനുരാജിന്റെ ഭാര്യ മാളവികയുടെ കളഞ്ഞുപോയ 1 പവൻ സ്വർണ്ണ കൈച്ചെയിനാണ് തിരിച്ചു നൽകിയത്. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ ചെയിൻ അനിഖ വീട്ടിലേൽപ്പിക്കുകയായിരുന്നു. അനിഖയും പിതാവ് പ്രതീഷും ചേർന്ന് സ്വർണ്ണ ചെയിൻ ഉടമസ്ഥയ്ക്ക് കൈമാറി. കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ശ്രീധരൻ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരം സാമൂഹ്യ പ്രവർത്തക കുസുമൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം നടത്തി. ആടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. കുഞ്ഞുണ്ണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. PU ലിൻസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, MV ജോസ്, പ്രിയ സുനിൽ, ഷീന വിൽസൺ, ലൈജു C. എടക്കളത്തൂർ, ആനി ജോസ്, NP സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ KPCC മുൻ അധ്യക്ഷനും KBGD രക്ഷാധികാരിയുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചന യോഗം ചേർന്നു. KPGD ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഖിൽ S. നായർ, രേണുക മേനോൻ, ശശിധരൻ വൈലത്തൂർ, VM രാജേഷ്, ശൈലജ വിശ്വനാഥൻ, ലോഹിതാക്ഷൻ, ചന്ദ്രൻ, ജ്യോതി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക തസ്തിക നിർണയത്തിന് ആധാർ നമ്പർ നിർബന്ധമാക്കരുതെന്നും EID നമ്പർ പരിഗണിക്കണമെന്നും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. UID നമ്പർ ലഭിക്കുന്നതിന് സാങ്കേതിക തകരാർ മൂലം ഉണ്ടാകുന്ന കാലതാമസത്തിന് അധ്യാപകരെ ബലിയാടാക്കുന്ന തീരുമാനം നീതിയുക്തമല്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി. AL സെബാസ്റ്റ്യൻ സ്ക്വയറിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗം KJ മെജോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജൂഡി ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. ഫെറിൻ ജേക്കബ്, ബാബു മാളിയേക്കൽ, EP ഡേവിസ്, ദീപക് V. ഡൊമിനിക്, പിങ്കി സുഗത്, അനു മരിയ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും നഗരസഭകളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നൽകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ. പൊതു സർവീസിൽ മറ്റെല്ലാവർക്കും ശമ്പളവും പെൻഷനും സർക്കാർ നേരിട്ട് നൽകുമ്പോൾ നഗരസഭാ ജീവനക്കാരോട് ചിറ്റമ്മ നയമാണ് സർക്കാർ പിന്തുടരുന്നതെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി സർക്കാർ നേരിട്ട് ട്രഷറി വഴി പെൻഷൻ നൽകണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ ഫെഡറേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിക്കുള്ള ആദരം മേയർ MK വർഗീസ് നിർവഹിക്കും.
കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് VN പുരുഷോത്തമൻ, ജനറൽ സെക്രട്ടറി KV ജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, ജനറൽ കൺവീനർ KK ശിവദാസ്, സെക്രട്ടറി P രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 വർഷമായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിലെ പാഞ്ഞാൾ റോഡിൽ വാഴ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് P അഖിലാഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം സെക്രട്ടറി E അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK വാസുദേവൻ, മുൻ പഞ്ചായത്ത് അംഗം KK ഫസലു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി തിരുവോണ നഗർ വേലാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സബ് ഇൻസ്പെക്ടർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. പൂര കമ്മിറ്റി പ്രസിഡന്റ് കാർത്തിക് അധ്യക്ഷനായി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത്, വാർഡംഗം K രാമചന്ദ്രൻ, ദുർഗാദാസ് പുളിയത്ത്, ലാൽകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഇദൾ ചാരിറ്റബിൾ ട്രസ്റ്റ് 1996 സർവോദയം SSLC ബാച്ച് 3ാം വാർഷികവും കുടുംബസംഗമവും സംസ്ഥാന ഭൂജല വകുപ്പ് അംഗം വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഇദൾ പ്രസിഡന്റ് PG സനീഷ് അധ്യക്ഷത വഹിച്ചു. KV ആദിൽ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീല B തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ സെന്റ് ആനീസ് UP സ്കൂളിൽ വിദ്യാലയത്തിലും വീട്ടുമുറ്റത്തും മുന്തിരിത്തൈ പദ്ധതിക്ക് തുടക്കമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് മുന്തിരിത്തൈകൾ വിതരണം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് വാർഡ് മെമ്പർ ജീന അശോകൻ അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപകൻ AD സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശില്പ ഷിജു, PTA പ്രസിഡന്റ് AR പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,955 രൂപ, പവന് 71,640 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,891 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. മേയർ MK വർഗീസിനെ പ്രതിപക്ഷ കൌൺസിലർമാർ ഉപരോധിച്ചു. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലും മുതുവറയിലും വൻ ഗതാഗത കുരുക്ക്. രൂക്ഷമായ കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. ഉപരോധ സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത ആമ്പല്ലൂരിലും പോട്ടയിലും വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ കുരുങ്ങിയത് മണിക്കൂറുകളോളം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. വരന്തരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണാറ സ്വദേശി കുഞ്ഞുമോനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.